ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു ഇന്നർ എനർജി എന്താണ്, നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവരെ കണക്ട് ചെയ്യിക്കുന്നത്, അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു ഓവറോൾ എനർജി കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വളരെ ഡീപ്പായി പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. Ace of Cups, Four of Cups, Eight of Swords, King of Swords, Ace of Swords, Hanged Man, Judgment, Hermit, Strength, the Fool, Nine of Swords, Page of Pentacles, High Priestess, the World, Eight of Pentacles, Star and Knight of Cups. അപ്പം നമ്മൾ ഇനി ഈ ഒരു സ്പ്രെഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണക്ഷൻ എത്രത്തോളം ഡീപ്പായിട്ടുള്ള ഒന്നാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കിവിടെ കാണാം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു എനർജി അത് മനസ്സിലാക്കുന്നുണ്ട്. ഒരു സോൾ ലെവൽ കണക്ഷൻ ഇവിടെ കാണാം, അല്ലെങ്കിൽ നമ്മൾ ചില ബന്ധങ്ങളെക്കുറിച്ച് പറയുന്ന പോലെ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ളൊരു കണക്ഷൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ബന്ധമാണ്. അതായത് പുറമേ നിന്ന് നോക്കുന്നതിനോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അവരുടെ ദൃഷ്ടി കൊണ്ട് വീക്ഷിക്കുന്നതിനപ്പുറമായിട്ടുള്ള ഒരു കണക്ഷൻ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിനുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനുള്ളതായിട്ട് തന്നെ നമുക്കിവിടെ നോക്കിക്കാണാം. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജഡ്ജ്മെൻറ്റ് എനർജി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഹൈ പ്രീസ്റ്റസ്, വേൾഡ് എനർജീസൊക്കെ ആയിക്കോട്ടെ, ഈ ഒരു കണക്ഷൻ്റെ ഒരു ഡെപ്ത് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഡെപ്ത് എത്രയാണെന്നുള്ളത് ഒരു പക്ഷേ മനസ്സിലാക്കാനായിട്ട് കഴിയണമെന്നില്ല. മാത്രമല്ല ആ ഒരു കർമ്മബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയും കൂടിയാണ് അവിടെയൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു സോൾ അത് തിരിച്ചറിയുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ സാധാരണയായിട്ട് പലരും ഒരു കണക്ഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ ഒരു ഡേ ടു ഡേ എങ്ങനെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു ആംഗിളിലായിരിക്കും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, മനസ്സിലാക്കുന്നത്. ചില റിലേഷൻഷിപ്പിൽ നമ്മളുടെ പാർട്ട്ണർ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടാവാം, ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം, നമ്മളങ്ങോട്ട് ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനകത്ത് സ്വാഭാവികമായിട്ട് നടക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ലെവൽ അല്ലെങ്കിൽ ആ ഒരു ആംഗിളിലായിരിക്കും നമ്മൾ അവരെ കാണുന്നതും, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് മനസ്സിലാക്കുന്നതും. വളരെ അപൂർവമായിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ചിലർക്ക് ആ ഒരു കണക്ഷൻ്റെ ഡെപ്ത് എത്രയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അത് എല്ലാവർക്കും കഴിയണമെന്നില്ല, ചിലപ്പോൾ രണ്ടുപേരിൽ ഒരാളായിരിക്കും അത് ആദ്യമേ തിരിച്ചറിയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊരു കർമ്മബന്ധം കൊണ്ട് വന്നു ചേർന്നതാണ്, അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും, അതിനനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ആ ഒരു ഡേ ടു ഡേ ഉള്ള കാര്യങ്ങളിൽ പെട്ട് സ്റ്റക്കായി പോകുന്ന ഒരവസ്ഥ പോലും ഉണ്ടായെന്ന് വരാം. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും കാണാം, തീർച്ചയായിട്ടും ആ ഒരു അൺകണ്ടീഷണൽ ലവ്, അവരുടെ ആ ഒരു എനർജി എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ്
നോടുള്ള ആ ഒരു ആധിക്യമൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്ന ഒരു തീർച്ചയായിട്ടും വളരെ പ്രഷ്യസ് ആയിട്ട് കാണുന്ന ആ ഒരു എനർജി ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരുപക്ഷെ നിലവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളും തമ്മിൽ ചിലപ്പോൾ നോ കോൺടാക്റ്റിലായിരിക്കാം. അവർ ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. പക്ഷെ അവരുടെ ആ ഒരു ഇന്നർ എനർജിക്ക് അത് തിരിച്ചറിയാനായിട്ട് കഴിയുന്നു എന്ന് പറയുന്നത് അത് ആ ഒരു പരമമായ സത്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു എനർജിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഒരുപക്ഷെ കറൻറ്റ്ലി ചിലപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടും കൂടി ആവാം ചിലപ്പോൾ ഈ ഒരു എനർജിയൊക്കെ കയറി വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റെന്ത് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാലും കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആവാത്ത ഒരവസ്ഥ അവരുടെ ലൈഫിലുണ്ടാകുന്നു. അല്ലെങ്കിൽ അവരുടെ ആ ഒരു എനർജിക്ക് അനുഭവപ്പെടുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്ത് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവാം. എന്തെങ്കിലും കാര്യങ്ങൾ ഒളിപ്പിച്ച് വെക്കുന്നുണ്ടാവാം. കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ അതെല്ലാം നിങ്ങളോട് വ്യക്തമായിട്ട് പറയണം. അല്ലെങ്കിൽ എന്ത് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലും അത് തിരുത്താനുള്ള ആ ഒരു ആഗ്രഹം നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു സ്റ്റക്നെസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ഒരുപക്ഷേ ഈ ഒരു പേഴ്സൺ മെൻ്റലി ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയോ അല്ലെങ്കിൽ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ പോകുന്ന ഒരവസ്ഥയൊക്കെ ആയിരിക്കാം. അപ്പോൾ അവിടെ നിന്ന് തീർച്ചയായിട്ടും ഒരു ക്ലാരിറ്റിയിലേക്ക് വരാനായിട്ടുള്ള ആ ഒരു എനർജി നമുക്ക് നല്ലതുപോലെ തന്നെ ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിനകത്ത് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം പ്രയോറിറ്റി കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജി, അല്ലാന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാവാം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ ഒരു പേഴ്സൺ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും യാഥാർത്ഥ്യം ഇതാണ്, അത് കണ്ണ് തുറന്ന് കാണൂ അല്ലെങ്കിൽ അംഗീകരിക്കൂ എന്നുള്ള ആ ഒരു എനർജിയൊക്കെയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. തീർച്ചയായിട്ടും ഇപ്പോഴുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരു ആംഗിളിലൂടെ ഈ റിലേഷൻഷിപ്പ് നോക്കി കാണണം. അല്ലെങ്കിൽ എല്ലാ തലത്തിൽ നിന്നും ഇത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. നിസ്സാരമായിട്ടുള്ള ഒരു കണക്ഷൻ അല്ല എന്നുള്ള ആ ഒരു എനർജിയാണ് നമുക്കിവിടെയൊക്കെ കാണാനായിട്ട് കഴിയുന്നത്. അല്ലെങ്കിൽ അവരുടെ ഒരു ഇന്നർ എനർജി ചിലപ്പോൾ അതിനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നുണ്ടാവാം. അവരുടെ ആ ഒരു ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ലൈഫിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു പോകുന്നൊരവസ്ഥ, അതൊക്കെയാണെന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ ഇവരോട് ചെയ്യാൻ പാടില്ല എന്നുള്ള ആ ഒരു തോന്നൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിലുണ്ടാവാം. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതെ, അവരുടേതായിട്ടുള്ള ആ ഒരു ആത്മപരിശോധന വേണം എന്നുള്ള ആ ഒരു എനർജിയാണിത്. കൂടുതലായിട്ട് മനസ്സിലാക്കണം എന്നുള്ള അവരുടെ ആ ഒരു ഇന്നർ എനർജിയുടെ ഒരു ആഗ്രഹമാണിത്. ചിലപ്പോൾ ആ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ലൈഫിൽ അവർ തെറ്റായിട്ടുള്ള രീതിയിലായിരിക്കാം നിങ്ങളെ സമീപിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം. അതിനകത്ത് ചിലപ്പോൾ അവർ സ്കോർ ചെയ്യാനായിരിക്കാം നോക്കിയിട്ടുള്ളത്. അപ്പോൾ കൂടുതലും ഒരു വ്യക്തത ക്ലാരിറ്റിയിലേക്ക് ഈ ഒരു പേഴ്സൺ തന്നെ മനസ്സിലാക്കണം. അല്ലെങ്കിൽ അവർ തന്നെ ഈ ഒരു കണക്ഷൻ എന്താണ്, ഇതൊരു നോർമൽ ലെവലിൽ പോവേണ്ടുന്ന ഒരു ബന്ധമല്ല, ഇതിനൊരു ക്ലാരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ സംതിങ് സ്പെഷ്യൽ ആണെന്ന് മനസ്സിലാക്കാനായിട്ട് തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ഇന്നർ എനർജി അവരെ പ്രേരിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടോ അങ്ങനെയുള്ള രീതിയിലൊക്കെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം പുറത്തേക്ക് വരാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും ഇത് കൈവിട്ട് കളയരുത് എന്നുള്ള രീതിയിൽ അവരുടെ ഉള്ളിൽ അവർ പ്രേരിപ്പിക്കുന്ന ഒരു എനർജി ആയിട്ട് തന്നെ കാണാം. മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ലൈഫിൽ ചിലപ്പോൾ അവർക്ക് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പറ്റാത്ത തരത്തിൽ അല്ലെങ്കിൽ ഇതുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ബന്ധം തന്നെയാണ് എന്നുള്ളതൊക്കെ നമുക്കിവിടെ വളരെ ശക്തമായിട്ട് കാണാം. ഒരുപക്ഷെ നിലവിൽ ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ അല്ലെങ്കിൽ അവർക്ക് തന്നെയുള്ള ഒരു സ്റ്റക്നെസ് അല്ലെങ്കിൽ ആ ഒരു സെൽഫ് ഇമ്പോസ്ഡ് ലിമിറ്റേഷൻസ് ഉണ്ടാവാം. ചിന്തിച്ച് കാട് കയറുന്ന ഒരു അവസ്ഥ ഉണ്ടാവാം. നെഗറ്റീവ് തിങ്കിങ് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരു ഫ്രഷ് എനർജിയിലേക്ക് വരാനുള്ള ഒരു പ്രേരണ നമുക്കിവിടെ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നിലവിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമുക്കിവിടെ ഈ ഒരു എനർജിയൊക്കെ കയറി വന്നിട്ടുള്ളത്. മാത്രമല്ല നിങ്ങളോട് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു പേഴ്സണിൽ നിന്നൊരു ചീറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ഈ വ്യക്തി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. അതിൻ്റേതായിട്ടുള്ള ഒരു പശ്ചാത്താപം അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവും കാര്യങ്ങളൊക്കെയാണ്. ഒരുപക്ഷെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവരവരുടെ കാര്യങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും കൂടുതൽ ചിന്തിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ അത് തെറ്റായിട്ട് തോന്നണമെന്നില്ല. പക്ഷെ അവരുടെ ആ ഒരു ഇന്നർ എനർജി അത് തിരിച്ചറിയുന്നുണ്ട്. ചെയ്യാൻ പാടില്ലാത്ത എന്തോ ഒരു കാര്യം നിങ്ങളോട് ചെയ്തു പോയിട്ടുണ്ട്. അതൊരിക്കലും പാടില്ലായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ്. അത് തിരുത്താനുള്ള ഒരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു മാറ്റം കൊണ്ടുവരാനായിട്ട്, ഒരു വ്യക്തത കൊണ്ടുവരാനായിട്ട് ഈ ഒരു പേഴ്സണ് കൂടുതൽ അതിനെക്കുറിച്ചൊരു തിരിച്ചറിവ് ഉണ്ടാവാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന ആ ഒരു എനർജീസാണ് അവിടെയുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു
പേഴ്സൺ ഒരു ഫുൾഫിൽമെൻറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ് ജേർണിയിൽ വീണ്ടും നിങ്ങളും മുന്നോട്ട് വേണം, ഒരുമിച്ചാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എനർജി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു പ്രേരണയും കാര്യങ്ങളും നമുക്ക് കാണാം. ഇപ്പോൾ കറൻറ്റ്ലി ഈ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ ഒന്ന് പുറകിലേക്ക് പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ നോ കോൺടാക്റ്റോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എനർജി ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു പുഷിങ് ഇവരുടെ ഒരു മനസ്സിനകത്ത് തീർച്ചയായിട്ടും നടക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ എനർജി അതിനെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. ഇനി അതുപോലെ ചിലവർക്ക് അവരുടെ ലൈഫിൽ ചില പ്രത്യേക വ്യക്തികൾ വന്ന് ചേരുമ്പോഴാണ് ഒരുപാട് മാറ്റം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുന്നത്. ചേരേണ്ടത് തമ്മിൽ ചേരുക എന്ന് പറയുന്നത് പോലെ ചിലപ്പോൾ അതുവരെ ഇല്ലാത്ത പല കാര്യങ്ങൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയുന്നത്, ചിലപ്പോൾ നമ്മളുടെ കാഴ്ചപ്പാടുകൾ കംപ്ലീറ്റ്ലി മാറുന്നത്, നമ്മൾ ഭയപ്പെട്ട് നിന്ന കാര്യങ്ങൾക്ക് ഈ ഒരു പേഴ്സൻ്റെ സപ്പോർട്ടോടു കൂടി നമുക്കതെല്ലാം മറികടന്ന് നമ്മളുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ചിലർക്ക് ബാല്യകാലത്തിലൊക്കെ ഉണ്ടായിരുന്ന ചില മോഹങ്ങൾ സാധിക്കാതെ പോയിട്ടുണ്ടാവും. അതിങ്ങനെയുള്ള ഒരു പേഴ്സണൊക്കെ, പ്രത്യേകിച്ച് കപ്പിൾ എനർജി ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ കടന്നു വരുമ്പോൾ അവരുടെ ഒരു സപ്പോർട്ടോടു കൂടി പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റുന്നു. നമ്മളുടെ കാഴ്ചപ്പാട് മാറുന്നു. ചിലവർ സ്പിരിച്വലി കൂടുതൽ കണക്റ്റ് ആവുന്നു. അതായത് ഈ വ്യക്തി കൂടെ വന്നതുകൊണ്ട് ഒന്നും തള്ളിക്കളയാനില്ല, എല്ലാം നല്ലതേ സംഭവിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ വരവോടുകൂടി ലൈഫിൽ നല്ല പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ധാരാളമായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അത്രത്തോളം ആ ഒരു എനർജി ചിലപ്പോൾ അവനവനെ തന്നെ തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞെന്ന് വരാം. ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടേത്. നിങ്ങൾ ചെന്ന് ചേർന്നപ്പോൾ അവർക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നേരെ തിരിച്ചും ആവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു എനർജി പറയുന്നത് അത്രയധികം ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് മാറ്റമൊക്കെ നിങ്ങൾ വന്ന് ചേർന്നതിന് ശേഷമാണ് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. അത് തിരിച്ചറിയാനായിട്ടുള്ള പ്രേരണ നമുക്കിവിടെ കാണാം. അല്ലെങ്കിൽ അത് ആ ഒരു വ്യക്തി മനസ്സിലാക്കണം എന്ന് തീർച്ചയായിട്ടും അവരുടെ ആ ഒരു എനർജി ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിലുള്ള ആ ഒരു വെളിച്ചം, അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഒരു പ്രചോദനമായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ എനർജിയാണ്. അത് മിസ് ചെയ്യരുത് എന്നുള്ള ആ ഒരു വസ്തുത നമുക്കിവിടെ കാണാം. തീർച്ചയായിട്ടും ആ ഒരു ഹോപ്പ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിലാണെന്നുണ്ടെങ്കിലും ആ ഒരു എനർജി വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും ആ ഒരു വ്യക്തിനെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചത് നിങ്ങളാണ്. അത് ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ ഫിനാൻഷ്യലി ആയാലും കരിയർ വൈസ് ആയാലും, അല്ലാന്നുണ്ടെങ്കിൽ ആത്മീയമായിട്ടുള്ള രീതിയിലാണെന്നുണ്ടെങ്കിലും, ചിലപ്പോൾ അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ പോലും ഒരുപാട് സ്വാധീനം ചെലുത്താനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ മറ്റൊരു വ്യക്തിയാക്കി മാറ്റാനായിട്ട്, അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങൾ റിയലൈസ് ചെയ്യിപ്പിക്കാനൊക്കെ സാധിച്ചിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ അതെല്ലാം അവർക്ക് തോന്നിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ മനസ്സിനത് തിരിച്ചറിയാം എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ലാസ്റ്റ് എനർജി ആണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ആ ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് നൽകാനാണ്, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം, ഇമോഷണൽ ഡെപ്ത് എല്ലാം നിങ്ങളെ അറിയിക്കാനാണ് അവരുടെ മനസ്സ് പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു എനർജി പ്രേരിപ്പിക്കുന്നതെന്ന് തന്നെ പറയാം. അപ്പോൾ നിലവിലത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു അവസ്ഥ എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അതിനായിട്ടുള്ളൊരു പ്രേരണ ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് ഒരുപാട് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഇതിനകത്ത് പറഞ്ഞ പല കാര്യങ്ങളും അംഗീകരിക്കാത്തൊരു വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ ഇപ്പം നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ചിലപ്പോൾ ഇപ്പോൾ നിലവിൽ കാണിക്കണം എന്നില്ല. അത് നമുക്കറിയില്ല, എനർജി നോക്കാത്തതുകൊണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ ആ ഒരു സോൾ എനർജിക്ക് അത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ കണക്ഷൻ്റെ ആ ഒരു ഡെപ്ത് എത്രമാത്രം ഉള്ളതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രെങ്ത് എന്താണ്. നിങ്ങളെ ഒരിക്കലും വിട്ട് കളയാനുള്ളതല്ല, ചേർത്ത് പിടിക്കാനുള്ളതാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ആ ഒരു കാഴ്ചപ്പാട് ഒന്നുകൂടി മാറി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കുറച്ചുകൂടി അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് മനസ്സിലാക്കാനും, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം ഇല്ലാതെ ആകുമ്പോഴത്തേക്കും അവരുടെ എനർജി എത്രമാത്രം ഡ്രെയിൻഡ് ആയി പോകുന്നുണ്ട് എന്ന് അവർ പോലും തിരിച്ചറിയാനായിട്ടൊക്കെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്പ്രെഡാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ളവരിലൊക്കെയാണ് നമ്മളൊരു സാധാരണയായിട്ട് കാണുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരവരുടെ ലോജിക്കായിട്ടുള്ള മൈൻഡ് സെറ്റ് വെച്ച് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. പക്ഷേ ചില നിമിഷങ്ങളിലെങ്കിലും അവർക്ക് വല്ലാത്ത തരത്തിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, സ്നേഹം ഒക്കെ നിങ്ങളോട് തോന്നുന്നതായിട്ട് ചിലപ്പോൾ കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഓൺ ആൻഡ് ഓഫിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നിട്ട് നിങ്ങളോട് സംസാരിക്കുക, അല്ലെങ്കിൽ ആ ഒരു കോൺടാക്റ്റ് നിലനിർത്താനായിട്ടുള്ള ഒരു ശ്രമവും കാര്യങ്ങളൊക്കെ അവർ കാണിക്കും. കാരണം അവരുടെ ഉള്ളിലുള്ള ഈ ഒരു പ്രേരണ കൊണ്ടാണ് അത് ചെയ്യുന്നത്. പിന്നെയും അവർ അവരുടേതായിട്ടുള്ള ഒരു ലോജിക് മൈൻഡ് സെറ്റിൽ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ, പ്രാക്ടിക്കലായിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ അതിനകത്ത് ഡീവിയേഷൻസ് വന്നേക്കാം. പക്ഷേ ഉള്ളിലുള്ള ആ ഒരു പ്രേരണ, അല്ലെങ്കിൽ അവർക്ക് പോലും അറിയാൻ പറ്റുന്നുണ്ടാവില്ല എന്തുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവരെക്കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനകത്ത് അട്രാക്റ്റ് ആവുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള ആ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ ഉള്ളിൽ വരുമ്പോഴുള്ള ഒരു പ്രത്യേകതയും കൂടിയാണത്. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 2, നമ്പർ 8, നമ്പർ 9, നമ്പർ 12, നമ്പർ 18, നമ്പർ 20 ആൻഡ് നമ്പർ 21.
സോഡിയക് സയൻസ് പറയുന്നില്ല, മിക്ക സോഡിയക് സയൻസും ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും എടുത്ത് പറയുന്നില്ല. അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഇവരുടെ ഒരു ഓവറോൾ എനർജി എങ്ങനെയാണ് റിലേഷൻഷിപ്പിൽ എന്നുള്ളത് കൂടി നോക്കാം. Deception and envy, power, foundation and achievements. അപ്പോൾ ഇവിടെയുള്ള എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമാണ്. എന്തുകൊണ്ടാണ് നേരത്തെ അവരുടെ ആ ഒരു ഇന്നർ എനർജി എടുത്തപ്പോൾ പല കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയാനായിട്ടും, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെയുള്ളൊരവസ്ഥയിലല്ല പോകേണ്ടത്, കുറച്ചും കൂടി മനസ്സിലാക്കണം എന്നുള്ളൊരു പ്രേരണയൊക്കെ അവിടെ വന്നത് എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഒരു ഫേസ് മാസ്ക് ഇട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. എന്താണെന്നുണ്ടെങ്കിൽ അവരുടെ യഥാർത്ഥ ഒരു ഫീലിങ്സ്, ഇമോഷൻസ് ഒന്നും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടാവില്ല. അതുപോലെ തന്നെ കാര്യങ്ങൾ ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ളവരാണെന്നുണ്ടെങ്കിലും ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു എനർജി വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഏതെങ്കിലും തരത്തിലുള്ളൊരു ചീറ്റിംഗ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾ അനുഭവപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതുപോലെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ആ ഒരു ഹൈഡിങ് നേച്ചർ ഉള്ളവരുടെ ആ ഒരു എനർജി നമുക്ക് വളരെ കയറി നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ വളരെ ഹൈ എനർജിയിൽ അത് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരായിരിക്കാം ചിലപ്പോൾ കൂടുതൽ കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരുപാട് പേരുടെ വ്യക്തികളുടെ ഒരു എനർജി അത്തരത്തിലായിരിക്കാം. എന്ത് വേണമെന്നുണ്ടെങ്കിലും ആ ഒരു എനർജി നമുക്ക് 2-3 ദിവസങ്ങളായിട്ട് വളരെ കാര്യമായിട്ട് കയറി നിൽക്കുന്നുണ്ട്. ഒരു ഒളിപ്പിക്കുന്ന തരത്തിലുള്ളൊരു പ്രവണത, തുറന്ന് പറയാത്ത തരത്തിലുള്ള ഒരു എനർജി ഒക്കെ കയറി നിൽക്കുന്നുണ്ട്. ഇവിടെ നമുക്കത് കാണാം. പക്ഷേ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിൽ അവർക്ക് ഈ ഒരു കണക്ഷനോടുള്ള ഒരു സ്ഥിരത, അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് അവർ ആഗ്രഹിക്കുന്ന ആ ഒരു സംഗതിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് അതെങ്ങനെയാണോ ഉള്ളത് അത് അതേപടി നിങ്ങളോട് പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് രേഖപ്പെടുത്താനോ ഒന്നും കഴിയുന്നുണ്ടാവില്ല. കാരണം ഇപ്പം ഈ ഒരു വ്യക്തി അവരുടെ കാര്യത്തിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് അവർ കൂടുതലായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇങ്ങനെയുള്ളൊരു ഫീലിംഗ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കണക്ഷനെ വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ കണ്ടതുപോലെ തന്നെ വളരെ ഡീപ്പായിട്ട് വേണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അത് അതേപടി പ്രകടിപ്പിക്കാനായിട്ട് അവർക്ക് പറ്റാത്തത് അതുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ കള്ളങ്ങൾ പറയുക, അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചിലപ്പോൾ അവർ നിങ്ങളോട് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ അതെല്ലാം നിങ്ങൾ കണ്ടുപിടിക്കുമോ എന്നുള്ളത് കൊണ്ടായിരിക്കാം. എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിലും ആവാം. അതുകൊണ്ട് തന്നെ അറിഞ്ഞോ അറിയാതെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജി നമുക്ക് നിലവിൽ കാണാം. അവരുടെ ഒരു ഇമോഷൻസ് ആയിക്കോട്ടെ, ഫീലിങ്സ് ആയിക്കോട്ടെ, അത് ഒറിജിനലി എന്താണോ അത് എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥയാണ് നിലവിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഒരു എനർജി ആ ഒരു സത്യം പറയാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നതും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണക്ഷനെ മറ്റൊരു ആംഗിളിൽ നിന്ന് നോക്കി കാണണം, ഒരു സ്റ്റക്നെസ്സിലേക്ക് പോകരുത് എന്ന് പ്രേരിപ്പിച്ചതൊക്കെ അതുകൊണ്ടാണ്. അപ്പോൾ നിലവിൽ നമുക്ക് ഈ ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ ഒരു അവസ്ഥയിലൂടെയാണോ ഇപ്പോൾ പോകുന്നതെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് നിലവിൽ ഈ ഒരു എനർജിയും കൂടി ആയതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അവരുടെ ഒരു ഇന്നർ എനർജി വല്ലാതെ നിങ്ങളെ അവരെ തമ്മിൽ അടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ ഒരു കണക്ഷൻ അത്രയും പ്രിയപ്പെട്ടതായിട്ട് അവർക്ക് തോന്നുന്നത്. അതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ നിങ്ങളെ വിട്ടു പോകാനും കഴിയില്ല. എന്നാൽ എല്ലാം അങ്ങനെ വളരെ ഓപ്പൺ ആയിട്ട്, വളരെ ഹോണസ്റ്റ് ആയിട്ട് പറഞ്ഞ് അങ്ങനെ പോകാൻ പറ്റുമോ, വളരെ ഒത്തൻറ്റിക് ആയിട്ട് ജെന്യുവിനായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതും പറ്റാതെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനകത്ത് വലിയൊരു കുറ്റബോധവും കാര്യങ്ങളൊന്നും ചിലപ്പോൾ പുറമേ തോന്നിയില്ല എന്നുണ്ടെങ്കിൽ പോലും അവരുടെ ആ ഒരു ഇന്നർ എനർജിക്ക് തോന്നുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ഒരു പേഴ്സണായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. മാത്രമല്ല ഇവിടുത്തെ ഒരു നമ്മൾ അവരുടെ ഒരു എനർജി കൂടി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ആ ഒരു ഇന്നർ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ അങ്ങനെയുള്ളൊരു ഡീപ്പ് കണക്ഷനുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ ഇതിനകത്തുള്ള പല കാര്യങ്ങളും കർമ്മ ബേസ്ഡ് ആയിട്ട് സംഭവിച്ചു പോകുന്നതും കൂടി ആയിരിക്കാം.
അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.